ദശമസ്കന്ധം പൂർവാർത്ഥം അധ്യായം 29 ശ്ലോകം 3, 4, 5, 6 4 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഭഗവാൻ ആ ചന്ദ്രോദയം കണ്ടപ്പോൾ പൂർണ്ണ ചന്ദ്രൻ ഉദിച്ച ആ രാത്രി കണ്ടപ്പോഴാണ് ഗോപസ്ത്രീകളെ രമിപ്പിക്കാൻ പറ്റിയ സമയം ദിവസം എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ആ ചന്ദ്രിക ചർച്ചിതമായ രാത്രിയിൽ വേണുഗാനം ആലപിക്കുകയാണ്. കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതു മമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഗംഗണപതയേ നമ. സംസരസ്വത്യേ നമ. ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 3. ദൃഷ്ട്വാ കുമുദ്വന്ദമഖണ്ഡമണ്ഡലം രമാനനാഭം നവകുങ്കുമാരുണം വനം ച തൽ കോമളഗോഭിരഞ്ജിതം ജഗൗകളം വാമദൃശാം മനോ. ചന്ദ്രോദയം അങ്ങോട്ട് കണ്ടപ്പോ വളരെ സന്തോഷായി. ആ ഭഗവാന്റെ മനസ്സിൽ അങ്ങനെ കൗതുകം വർദ്ധിച്ചു എന്നാ പറയണത്. ഇപ്പൊ തന്നെ പോണം വൃന്ദാവനത്തിലേക്ക്. അവിടെ ചെന്നപ്പോഴോ ആ ചന്ദ്രിക, ആ നിലാവ് ഇങ്ങനെ വൃക്ഷ ലതാദികളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ അവിടെ ഇങ്ങനെ വൃത്താകാരത്തില് ആ മരങ്ങളുടെ ഇടയിൽ കൂടി ചന്ദ്രന്റെ ആ നിലാവ് പ്രകാശം വന്നതുകൊണ്ട് അതിങ്ങനെ വൃത്താകാരത്തില് ഭൂമിയിൽ പതിഞ്ഞിരിക്കുന്നത് കണ്ട് വളരെ സന്തോഷിച്ചു. പിന്നെ ചന്ദ്രനെ നോക്കും, പിന്നെ ഈ ആ വൃത്താകാരമായിട്ടുള്ള ആ നിഴൽ ഇത് നോക്കും, പ്രഭ. അപ്പോ വൃന്ദാവനത്തില് ലക്ഷ്മി ദേവിയായിരിക്കുന്ന രാധയെ സ്മരിച്ചു എന്നാ പറയണ ഭഗവാൻ. എന്തുകൊണ്ടെന്നാ ചന്ദ്രന്റെ പരിപൂർണ മണ്ഡലം രാധാമുഖത്തിന് സദൃശമാണ്. അതുപോലെയാണ് രാധയുടെ മുഖം, ആ വട്ടത്തില്. അതുപോലെ പ്രഭ. അപ്പൊ അങ്ങോട്ട് ഓർമ്മ വന്നു രാധയുടെ മുഖം. ആ തുല്യ വസ്തു ദർശനം സ്മരണത്തിന് കാരണമാവുമല്ലോ. അതെ, ചന്ദ്രൻ ഉദിച്ച് നല്ലവണ്ണം അങ്ങോട്ട് ഉയർന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ചുമപ്പ്, ഒരു അരുണ നിറം മാഞ്ഞിട്ടുമില്ല. അതുകൊണ്ടാണ്. അപ്പോ അതുകൊണ്ടെന്താ ആ രാധയുടെ മുഖത്തിൽ പ്രകാശിക്കുന്ന ആ കുങ്കുമാങ്കിതമായ മുഖം, ആ കവിളത്തടത്തിൽ ഇങ്ങനെ കുങ്കുമം, അതും കൂടി അപ്പൊ ഓർമ്മ വന്നു എന്ന് പറയണം. 4 ഭാഗത്ത് നോക്കിയപ്പോഴോ അതിസുന്ദരമായ വനത്തിന്റെ ഭംഗി, പ്രകൃതി ഭംഗി, അതിരമണീയമായിരിക്കുന്നതിന് ധാരാളം സ്ഥലമുണ്ട്. യമുനയുടെ തീരത്തല്ലേ. അപ്പൊ തീരുമാനിച്ചു തന്നിൽ അനുരാഗമുള്ള സകല ഗോപസ്ത്രീകളെയും ഇപ്പൊ ഈ കാട്ടിൽ വരുത്തണം. എല്ലാവരുടെയും മനസ്സിൽ അത്യാഹ്ലാദവും മന്മഥ വികാരവും ജനിപ്പിക്കാൻ തക്ക വിധം മറ്റുള്ളവർക്ക് ഇതൊന്നും മനസ്സിലാവാനും പാടില്ല. അങ്ങനെ വേണുഗാനം അങ്ങോട്ട് ആലപിച്ചു ഭഗവാൻ. വേറെ ആർക്കും കേൾക്കാൻ പറ്റില്ല ആ വേണുഗാനം, ആ ഗോപസ്ത്രീകൾക്ക് മാത്രം. അതാണ് ഭഗവാന്റെ അത്ഭുത ലീല. മനസ്സിനെ ഇളക്കി തീർക്കുന്ന ആ കാമരാജ മന്ത്രത്തെയാണ് ഭഗവാൻ വേണുവിൽ കൂടി പ്രസരിപ്പിച്ചത് എന്ന് കാണിക്കാനാണ് കളം എന്ന വിശേഷണം. ജഗൗ കളം വാമദൃശാം മനോഹരം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ വാമദൃശാം എന്നുള്ള പദം, പിന്നെ ആ മനോഹരം എന്നുള്ള ആ 2 പദങ്ങള്, ആ വേണുഗാന മാന്ത്രികത്വം, അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആ പ്രയോഗങ്ങള്. ഓടക്കുഴല് പല വിധത്തിലുണ്ട്. ഓരോന്നിൽ നിന്നും പുറപ്പെടുന്ന നാദങ്ങളുടെ സ്വഭാവങ്ങള് ഓരോ തരത്തിലാണ്. വംശീ ലക്ഷണ പ്രകാരം മുഖരന്ധ്രം കൂടാതെ അരവിരൽ വീതം ഇടവിട്ടുകൊണ്ട് 8 ദ്വാരങ്ങളുള്ളതും തല 4 വിരലും വാല് 1 വിരലും ഇങ്ങനെ 12 വിരല് നീളമുള്ള ഒരു മാതിരി കുഴല്. ഇതിന് ആണ് വംശിക എന്നു പേര്. പിന്നെ മുഖരന്ധ്രം കൂടാതെ താരാതി നാമധേയമുള്ള 9 ദ്വാരങ്ങളും
17 അങ്കുലം നീളവുമുള്ള മറ്റൊരു വിധം കുഴലുണ്ട്. അതിൽ നിന്ന് പുറപ്പെടുന്ന നാദം മഹാ ആനന്ദത്തെ ജനിപ്പിക്കുകയും സകല ജനങ്ങളെയും മോഹിപ്പിക്കുകയും ചെയ്യുന്നതാണ്. പിന്നെ 12 അങ്കുലം നീളമുള്ള മറ്റൊരു വിധം കുഴലുണ്ട്. അതിലെ നാദം സർവ്വജനങ്ങളുടെയും മനസ്സിനെ ആകർഷിക്കുന്നതാകുന്നു. ഇത് വേണു, രത്നം, സ്വർണം, ഈ വേണു, രത്നം, സ്വർണം ഇതുകൊണ്ടൊക്കെ ഉണ്ടാക്കാം. ഭഗവാന്റെ കുഴലോ സകല ജനമനസ്സിനെ ആകർഷിക്കുന്ന നാദമുള്ളതും സ്വർണം കൊണ്ടുണ്ടാക്കിയതുമാകയാൽ ആകർഷണീയവും അയുമിയും ആകുന്നു. അതിമധുര സ്വരത്തിൽ കൂടി കാമരാജ മന്ത്രത്തെ പ്രസരിപ്പിച്ചത് സകല ഗോപികളെയും ആനന്ദിപ്പിക്കാനാണ്. അവ്യക്തമായ ഈ ഗാനം ചെയ്തതോ ഇന്ന സ്ത്രീയാണ് ആകർഷിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ടും എന്നെ വിളിക്കുന്നു എന്ന് എല്ലാവർക്കും തോന്നണം എന്നുള്ള അഭിപ്രായത്തോടു കൂടിയാണ്. അതാണ് ഈ കളം, ആ വേണുഗാനത്തിന് കളം, മനോഹരം എന്നുള്ള 2 പ്രയോഗങ്ങൾ. വാമദൃശാം എന്ന പദത്തില് ഗോപികള് തന്റെ സമീപത്തിൽ വന്ന സമയത്ത് തന്നെ നോക്കിയിട്ട് ആ കുടില നേത്രങ്ങളെ ഇപ്പോൾ പ്രത്യേകം സ്മരിക്കും. അവരുടെ ആ കടക്കണ്ണുകൊണ്ടുള്ള നോട്ടുണ്ടല്ലോ, അത് സ്മരിച്ചു എന്നാ പറയണത്. ആ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണം എന്ന കരുണയുണ്ടായി ഭഗവാന്. വാത്സ്യായന ശാസ്ത്രപ്രകാരം സ്ത്രീകളുടെ കാമകല ഇടത്തെ കണ്ണുകളിൽ പ്രവേശിക്കുമ്പോൾ രതിമോഹം അവർക്കുണ്ടാകുമെന്നും തന്റെ സമീപത്ത് വന്നിരുന്നപ്പോൾ അവരുടെ ഇടത്തെ കണ്ണുകൾ കൊണ്ട് അവര് സൂചിപ്പിച്ച ആ വക്രനോട്ടങ്ങളെ ഭഗവാൻ ഓർമ്മിപ്പിച്ചു എന്നും അതിന്റെ അർത്ഥം. വെളുത്ത വാവു ദിവസമാണ് അത്രേ കാമകല പൂർത്തിയാകണത്. അപ്പൊ കാമശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് അത്. അപ്പൊ പൂർണ്ണചന്ദ്രൻ ഉദിച്ചിരിക്കുന്ന ഈ രാത്രി വെളുത്ത വാവാണെന്നും ഇന്ന് അവരുടെ ഈ കാമകല ഇടംകണ്ണുകളിൽ പ്രാപിച്ച ദിവസമാകയാൽ മുമ്പ് ചെയ്തതുപോലെയുള്ള ഈ മനോഹര കടാക്ഷങ്ങൾ തന്റെ ഭക്തകൾ ചെയ്യുന്നത് കണ്ട് സന്തോഷിക്കണമെന്നും ഭഗവാൻ വിചാരിച്ചു എന്നാണ്. അതാ 2 അർത്ഥമുള്ള വാക്ക് ആ വാമദൃശാം മനോഹരം. നിശമ്യഗീതം തദനംഗവർദ്ധനം വ്രജസ്ത്രിയ കൃഷ്ണഗൃഹീതമാനസാഃ ആജഗ്മു അന്യോന്യമലക്ഷിതോദ്യമാഃ സയത്ര കാന്തോ ജവലോലകുണ്ടലാഃ. കാമരാജ ബീജ മന്ത്രധ്വനി രൂപമായ വേണുഗാനം ഗോപസ്ത്രീകള് കേട്ടു. മുമ്പ് തന്നെ അവർക്ക് കാമവികാരം ഉണ്ടായിരുന്നത് ഇപ്പോ ഇല വിരിഞ്ഞ് അങ്ങോട്ട് വികസിച്ചു എന്നാ പറയണത്. ശ്രീകൃഷ്ണൻ വേണുഗാനം ചെയ്യുകയാണെന്ന് എല്ലാവർക്കും ഒരേ സമയത്ത് അങ്ങോട്ട് തോന്നി. ഭഗവാന്റെ ആ സൗന്ദര്യ അതിഗുണങ്ങളെല്ലാം ഒക്കെ കണ്ടിട്ട് എല്ലാവരുടെ മനസ്സും ശ്രീകൃഷ്ണനിൽ തന്നെയാണ് എപ്പോഴും. പിന്നെ ഇവർക്ക് ആ ഗാനശ്രവണം ഇതങ്ങോട്ട് കേട്ടില്ലേ, അപ്പൊ മറ്റു വിഷയങ്ങളില് ഒന്നിലും താല്പര്യം ഇത് ഈ വേണുഗാനം മാത്രം അവരുടെ ചെവികളിൽ ഇങ്ങനെ അലയടിച്ചു. ഇപ്പൊ തന്നെ ആ കൃഷ്ണന്റെ സമീപത്ത് ചെല്ലണമെന്ന് എല്ലാവർക്കും ഒരുപോലെ അങ്ങോട്ട് തോന്നുകയാണ്. അത് അങ്ങനെ അങ്ങോട്ട് തോന്നിപ്പിക്കുകയാണ് ഭഗവാൻ. തങ്ങളുടെ മനോഭാവങ്ങളെ ഈ വിധം അപഹരിക്കുന്ന സുന്ദരാംഗനായ കാന്തൻ ഇന്ന ദിക്കിൽ നിന്ന് ഗാനം ചെയ്യുന്നുവെന്ന് അവര് സങ്കല്പ നേത്രത്താൽ കണ്ട് കാന്ത സമീപത്തിൽ പ്രവേശിക്കാൻ വേണ്ടുന്ന ആ മേക്കപ്പ്, ആ വേഷക്കോപ്പുകളൊക്കെ അങ്ങനെ ഓരോരുത്തരും എടുത്തങ്ങോട്ട് ധരിച്ച് നടന്നു തുടങ്ങി. ഒരേ ഗൃഹത്തിൽ തന്നെ ഒന്നിലധികം സ്ത്രീകളുണ്ട്. അപ്പൊ ഒരേ വഴി കൂടിയാണ് എല്ലാവരും പുറപ്പെട്ടു പോകണതും. എന്നിട്ടും ഒരാള് ചെയ്യുന്ന പരിശ്രമം മറ്റൊരാള് കണ്ടില്ല. അതാ പറയണത്. അതെന്തുകൊണ്ടാ? ഈ കണ്ണ് മുതലായിട്ടുള്ള അവരുടെ ഇന്ദ്രിയങ്ങളും മനസ്സിന്റെ സഹായം ഉണ്ടെങ്കിലല്ലേ ഇതെല്ലാം കാണുള്ളൂ. അപ്പൊ അവരുടെ മനസ്സ് എവിടെയാ? ഭഗവാനിലേക്ക് അവിടെ എത്തിക്കഴിഞ്ഞു. അപ്പൊ തന്നെ ആ വേണുഗാനം കേട്ട സമയത്ത് ശ്രവണത്തിൽ പ്രവേശിച്ച ഗാനാമൃത പാനം നിമിത്തം പരമാനന്ദ പരവശകളായ അവരുടെ മനസ്സ് നാദമാർഗത്തിൽ കൂടി ഇവര് കൃഷ്ണ സമീപത്തിൽ എത്തുന്നതിന് എത്രയോ മുമ്പ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവരെത്തുന്നതിന് മുമ്പ് അവരുടെ മനസ്സ് അവിടെ എത്തി. അപ്പൊ എന്താ മറ്റുള്ളവര് പുറപ്പെടുന്നതും ഇവരിങ്ങനെ അതിൽ മാത്രം ലയിച്ച് വേഷം കെട്ടണം, സാരി എടുത്തണിയണം, ആഭരണങ്ങൾ എടുത്തണിയണം, മറ്റുള്ളവരെല്ലാരും ചെയ്യുന്നുണ്ട്. ആരും പരസ്പരം കാണുന്നില്ല. എന്തൊരു അത്ഭുത! ഇതൊക്കെ ഭഗവാന്റെ ഓരോ ലീലകള്. മനസ്സാകുന്ന നാഥൻ പിരിഞ്ഞ ശേഷം ഇന്ദ്രിയങ്ങൾ ദേഹത്തിലുണ്ടെന്ന് മാത്രമല്ല അത് അവയുടെ പ്രവൃത്തി നടത്താൻ സമർത്ഥങ്ങളല്ല എന്നുള്ള സംഗതി നമുക്കത് അറിയാൻ പറ്റും അല്ലെ. അതുകൊണ്ട് ഒരാള് ചെയ്യുന്ന ആ പ്രവൃത്തികള് മറ്റൊരുത്തി അറിഞ്ഞാൽ കുറെയെങ്കിലും ആ മത്സരമൊക്കെ അവർക്കുണ്ടാവും. ഒരാൾ അയ്യോ ഇനി ഇവള് വേഗം പോയാലോ എന്ന് വിചാരിച്ചപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ആദ്യം പോണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. അത് അറിയാതെ പോണം. അപ്പൊ ആ മാത്സര്യ ബുദ്ധിയും കൂടി അങ്ങനെയുള്ള ഒരു ദുർഘടം ഇവരെ ബാധിക്കരുത് എന്നുള്ള ആ കരുണാരൂപമായ മായാപ്രയോഗം ഭഗവാൻ
ഇവരെ ഉദ്ദേശിച്ച് ചെയ്തു. അതുകൊണ്ട് അവരുടെ പരിശ്രമം അന്യോന്യം അവരെ അറിഞ്ഞില്ല. ഇങ്ങനെ ഓരോ സ്ത്രീകളും ബന്ധപ്പെട്ട് ഗമിക്കുമ്പോൾ ഏറ്റവും പ്രസന്നങ്ങളായിരിക്കുന്ന ആ ഗോപീമുഖ കമലങ്ങളിൽ ആടുന്ന കുണ്ടലങ്ങളും അവരുടെ ശോഭയെ എങ്ങനെ വർദ്ധിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഗോപികള് തങ്ങളുടെ മനോഹരൻ നിന്ന് ഗാനം ചെയ്യുന്ന വൃന്ദാവനത്തിൽ വന്നു ചേർന്നു. നാഥനായ മനസ്സ് മുമ്പ് തന്നെ പോയി. അപ്പൊ അതുകൊണ്ട് എന്താ, അവർക്ക് എവിടെ നിൽക്കണമെന്ന് വഴി അറിയാതെ ഒന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. മനസ്സ് അവിടെ ഉണ്ട്, ആ വഴിക്ക് തന്നെ അവര് പോയി. അങ്ങനെ ഭഗവാന്റെ ആ വേണുഗാനം എന്നുള്ള ആ ആകർഷണ മന്ത്രം ഏത് സ്ഥലത്തിൽ പ്രയോഗിക്കുന്നുവോ ആ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ആ മന്ത്രത്തിന് ശക്തിയുണ്ടെന്ന്. ഗോപികള് കൃഷ്ണ സമീപത്തിലേക്ക് പോയി എന്ന അർത്ഥമുള്ള ജഗ്മു എന്നുള്ള പദമല്ല ഇവിടെ ശ്രീ സുഖബ്രഹ്മർഷി പ്രയോഗിച്ചിരിക്കുന്നത്. ആ ജഗ്മു, ശ്രീ സുഖബ്രഹ്മർഷി അവിടെ ഇരിക്കുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. കൃഷ്ണന്റെ സമീപത്തിലേക്ക് ഗോപസ്ത്രീകൾ വന്നു എന്നാണ്. ആ ജഗ്മു എന്ന് പറഞ്ഞാൽ വന്നു എന്നാണ് ശ്രീ സുഖബ്രഹ്മർഷി ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പൊ എന്താ, ശ്രീ സുഖബ്രഹ്മർഷി കൃഷ്ണ സമീപത്തിൽ തന്നെ ഇരിക്കുന്നുണ്ട്. സങ്കല്പത്തില് ഞാൻ കൃഷ്ണ സമീപത്തിൽ ഇരുന്ന് ഗോപീഗമനാദി വിശേഷ മഹോത്സവരൂപമായ രാസക്രീഡ പ്രത്യക്ഷത്തിൽ കാണുന്നു. അതുപോലെയാണ് ഹേ രാജാവേ, അങ്ങും ഈ കഥാശ്രവണ സമയത്തിൽ കൃഷ്ണ സന്നിധാനത്തിൽ ഇരിക്കണം എന്ന ഉപദേശമായിട്ട് ആ ജഗ്മു, അങ്ങും അത് കാണണം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ രാസലീലാസക്തനായ ആ ഗോപാല ചൂടാമണിയിൽ മനസ്സിനെ ലയിപ്പിക്കുന്നവർക്ക് എല്ലാം ആ ബ്രഹ്മാനന്ദ ലീലയെയും ഗോപികാഗമനത്തെയും സാക്ഷാൽ മന്മഥനായ ഭഗവാനെയും സന്ദർശിക്കാനുള്ള ദിവ്യദൃഷ്ടി ശ്രദ്ധിക്കും എന്ന് ഭഗവാൻ നൽകും അത് എന്നാണ് ശ്രീ സുഖബ്രഹ്മർഷി അത് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ ആ രാസലീല ഭാവനാദൃഷ്ടിയിൽ എന്നും പ്രകാശിക്കും. ദുഹ്യന്തോഭിയുക്ത കാശ്ചിൽ ദോഹം ഹിത്വാ സമുത്സുകാഃ പയോധിശ്രിത്യ സംയാവം അനുദ്വാസ്യ പരായയു. ഭഗവാന്റെ ആ വേണുനാദം കേട്ട സമയത്ത് തന്നെ ആ മനോഹരാംഗനിൽ ആ ഗോപശ്രീയുടെ മനസ്സ് ദൃഢമായിട്ട് ഉറച്ചു. അപ്പൊ തന്നെ ഗോപികളുടെ ധർമ്മം, അർത്ഥം, കാമം എന്ന 3 പുരുഷാർത്ഥങ്ങളിലുള്ള ശ്രദ്ധ നിശേഷം നശിച്ചു എന്നതാ സ്പഷ്ടമാക്കണു എടുത്ത് ഈ ശ്ലോകത്തില്. ശ്രീകൃഷ്ണ ഭഗവാൻ ഗാനം ചെയ്യുന്ന സമയത്ത് സ്ത്രീകള് തങ്ങൾക്കുള്ള ഓരോ ഗൃഹകാര്യങ്ങളിൽ ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എതിർച്ചയാ വേണുനാഥം അങ്ങോട്ട് ശ്രോത്രത്തിൽ പ്രവേശിച്ച ആ സമയത്ത് ചിലര് പശുക്കളെ കറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കറന്ന പാല് ഒരു പാത്രത്തില് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പശുക്കുട്ടികളെ കെട്ടിയിട്ടിരിക്കണു. മറ്റു ചിലര് പാല് കാച്ചാൻ പാത്രത്തിലാക്കി അടുപ്പിൽ വെച്ച് തിളപ്പിക്കണു. വേറെ ചിലര് ഗോതമ്പ് റവയും പാലും പഞ്ചസാരയും ഒക്കെ ചേർത്ത് ഒരുവിധ ഭക്ഷണം ദ്രവ്യം ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവരുടെ കാതുകളിൽ ആ വേണുഗാനം പ്രവേശിച്ച ഉടനെ എല്ലാവരും അവരവരുടെ വ്യാപാരങ്ങളെ, അവരുടെ പ്രവൃത്തികളൊക്കെ അങ്ങോട്ട് മറന്ന് ഉടൻ ചെന്ന് ആ പരമപുരുഷനെ കാണണം എന്നുള്ള ഉത്കണ്ഠ വർദ്ധിച്ച് പാല് കറന്ന ഗോപിക പാൽപാത്രവും പാലും ഒക്കെ അവിടെ തന്നെ വെച്ചു. കുട്ടിയെ അഴിച്ചു വിടാതെ അകത്ത് ചെന്ന് പുറപ്പാടിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ കൂട്ടാൻ തുടങ്ങി. ഇനിയിപ്പോ വേഗം ചെന്ന് പുറപ്പെടട്ടെ എന്നുള്ള നാട്ടില് അപ്പൊ അതൊക്കെ അവിടെ വിട്ടു. പാലും കുട്ടിയൊക്കെ ഒന്നും അഴിച്ചു വിട്ടുന്നില്ല. അപ്പൊ പാലൊക്കെ പിന്നെ കുടിച്ചു പോകൂലോ കുട്ടി. അതൊന്നിലൊന്നും ശ്രദ്ധയില്ലാതെയായിരുന്നു. കുട്ടിയെ അഴിച്ചു വിടേണ്ടതായ ധർമ്മം ഉപേക്ഷിച്ചു വന്ന് പിന്നെ പാല് കാച്ചാൻ അടുപ്പിൽ വെച്ചിരുന്ന പാത്രം എടുത്ത് ചുവട്ടിൽ വെക്കാതെ മറ്റൊരുത്തി പുറപ്പെട്ടു. പാത്രത്തിൽ പാല് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് അവിടെ തന്നെ വെച്ചു. അതിലൊന്നും ശ്രദ്ധയില്ല. അത് കരിഞ്ഞു പോകും. എന്താ അവിടെ ഭഗവാനെ കാണാൻ അടുത്ത് ചെല്ലണം, അത് മാത്രം. വേഗം പുറപ്പെടാനായിട്ട് പോയി. പിന്നെ ഭക്ഷണ പദാർത്ഥം ഇളക്കി പാകം ചെയ്തുകൊണ്ടിരുന്ന മറ്റേ ഗോപസ്ത്രീ അതെടുത്തു വയ്ക്കാതെ അടുപ്പിൽ തന്നെ വെച്ച് പോവാൻ പുറപ്പെട്ടു. അപ്പൊ എന്തായി, ആ ഗോപസ്ത്രീയുടെ പതിപുത്രാദി വിഷയങ്ങളിലും എല്ലാം ഒന്നിലും ഒരു ശ്രദ്ധയില്ല. ശ്രദ്ധ മുഴുവനും ഭഗവാന്റെ ആ വേണുഗാനത്തിൽ മാത്രം. അവിടെ എത്തണം ഊട്ടൻ. എല്ലാം മറന്നാണ് അവര് പുറപ്പെട്ടു പോയത് എന്ന്. അതാണ് അതിന്റെ അർത്ഥം. എല്ലാ ഗൃഹസ്ഥകൃത്യങ്ങളും മുഴുവനും തീർന്ന ശേഷം ഭഗവാനെ ഭജിക്കാമെന്ന് വിചാരിക്കുന്ന ഭക്താഭിമാനികള് അതാ ഗോപസ്ത്രീകളെ ഗുരുനാഥന്മാരാക്കി തീർക്കണം എന്നാണ് പറയണേ. എത്ര ഭക്തിയാണ് അവർക്ക് വേറെ അതെല്ലാം മറന്നവര് ഭഗവാന്റെ വേണുഗാനത്തിൽ മാത്രം ഭഗവാനെ കാണണം എന്നുള്ള ഒരൊറ്റ ചിന്ത. ബാക്കി എല്ലാവരും മറന്നു. വൈരാഗ്യത്തിന്റെയും ശുദ്ധ ഭക്തിയുടെയും സ്വരൂപം ഒന്ന് തന്നെയാ. ഭക്തന്മാര് ഭഗവാനിലുള്ള ആ ഭക്തി നിമിത്തം മറ്റു വിഷയങ്ങളിലുള്ള ശ്രദ്ധയൊക്കെ തീരെ ഉപേക്ഷിക്കും. അവരുടെയൊക്കെ പ്രവൃത്തികൾ ഉപേക്ഷിച്ച് പാഞ്ഞുപോയ ആ ഗോപികളുടെ അവർക്ക് വിചാരം എന്താ,
അപ്പൊ തന്നെ ക്ഷണാന്തരത്തിനുള്ളിൽ ഭഗവാൻ ആ സ്ഥലം വിട്ട് വേറെ മറ്റൊരു സ്ഥലത്തേക്ക് എങ്ങാനും പോയാലോ, ആർക്കറിയാം. അതുകൊണ്ട് ഞൊടി നേരം കൂടി താമസിക്കാതെ ഭഗവാനെ ചെന്ന് കാണണം. ഇത്രയേ ഉള്ളൂ. അസൂഖ്യം വർദ്ധിച്ചു വന്നതുകൊണ്ട് അവരുടെ എല്ലാ ജോലികളും തീരെ വിസ്മരിച്ചു. ഒന്നും അവർക്ക് അതൊന്നും ഓർമ്മയേ ഇല്ല. അവിടെ എത്തണം, അവിടെ എത്തണം. അത്രയുള്ള ഇതെല്ലാം വിസ്മരിക്കാൻ തക്ക വിധം ഭക്തി ആർക്കുണ്ടായി വരുന്നുവോ അവരെ കാണണമെന്നുള്ള ആഗ്രഹം ഭഗവാൻ ഉണ്ടാകാതിരുന്നാൽ പിന്നെ ഭക്തവത്സലൻ എന്നുള്ള കീർത്തി ഉണ്ടാവാൻ അവകാശം ഉണ്ടാവും. പിന്നെ അതുപോലെയുള്ള ഭക്തിയുള്ള ഗോപസ്ത്രീകളെ കാണുന്നത് ഭഗവാനും തോന്നാതിരിക്കോ? അതുകൊണ്ട് അനന്യഭാവേന തന്നെ ഭജിക്കുന്ന ആ ഗോപികളെ അനുഗ്രഹിക്കാൻ ഭഗവാൻ നിശ്ചയിച്ചത് വാത്സല്യത്തിന്റെ ലക്ഷണവും എല്ലാം മറന്ന് ഭഗവാനെ കാണാൻ പോയത് ഗോപികളുടെ ഹൃദയത്തിൽ വർദ്ധിച്ചു വന്ന ഭക്തിയുടെ ലക്ഷണവും ആണ്. അതാണ് എന്റെ സൂചന. സംസാര ദുഃഖ മൂലഛേദകമായ വിസ്മൃതിയുടെ സ്വരൂപം ശ്രീ വസിഷ്ഠ ഭഗവാൻ ശ്രീരാമചന്ദ്രനോട് പറയണ ഒരു വാക്കുണ്ട്. അപുനസ്മരണം സാധോ മന്യേ വിസ്മരണം വരം. ഹേ രാമചന്ദ്ര, സംസാരസ്മൃതി രണ്ടാമത് ഉണ്ടാകാത്ത വിധം ആ സംസാരത്തെ മറക്കാൻ സാധിക്കണം. അതാണ് ഉത്തമ വിസ്മൃതി. അങ്ങനെയുള്ള ആ വിസ്മൃതി ഗോപസ്ത്രീകൾക്ക് ഉണ്ടായി എന്ന് മനസ്സിലാക്കണം. പരിവേഷയന്ത്യസ്തദ്ധിത്വാ പായയന്ത്യ ശിശൂൻപയ ശുശ്രൂഷന്ത്യപദീൻ കാശ്ചിത് അശ്നന്ത്യോപാസ്യ ഭോജനം. പിന്നെ എന്താ, വേറെ ഗോപസ്ത്രീകള് ആ ഗൃഹകൃത്യങ്ങളൊക്കെ ഉപേക്ഷിച്ചത് തിരിച്ചു പറയണു. ചിലര് ഭർത്താക്കന്മാർക്കും കുട്ടികൾക്കും ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, പാത്രത്തിൽ വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റു ചിലര് കുട്ടികൾക്ക് മുല കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. വേറെ ചിലര് ഭർത്താക്കന്മാരെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വേറെ ഗോപസ്ത്രീകള് അവരെന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവരെല്ലാവരും അവരവരുടെ പ്രവൃത്തികള് തീരെ മറന്നു ഉപേക്ഷിച്ചു. അതൊക്കെ അവിടെ അങ്ങോട്ട് ഇട്ടു. അപ്പൊ തന്നെ ഈ വേണുഗാനം അവരുടെ ചെവിയിൽ എപ്പോ വന്നാലച്ചു അവര് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പ്രവൃത്തികളും അവിടെ ഉപേക്ഷിച്ച് ഭഗവത് സന്നിധാനത്തിലേക്ക് പോയി. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന ആ ഭഗവാന്റെ ഉപദേശം ഗോപികളിൽ സമജ്വലിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലെ? അവര് വേറൊന്നും അവർക്ക് വേണ്ട, ഭഗവാന്റെ സമീപത്ത് എത്തണം. അതിനുവേണ്ടി അവര് വേറെ എന്തൊക്കെയോ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നു. മനസ്സ് മുഴുവൻ ഭഗവാനിൽ മാത്രമാണ് അവരുടെ. അതാണ് മറ്റുള്ളവരിൽ നിന്ന് ഗോപസ്ത്രീകൾക്കുള്ള ആ വ്യത്യാസം. ഇത് കഴിഞ്ഞിട്ട് പോവാന്ന് അവര് വിചാരിച്ചില്ല, എല്ലാം മറന്നു. അതാണ് ഉത്തമ ഭക്തി. എല്ലാവരും നാരദ മഹർഷി പറയില്ലേ, ഏറ്റവും ഭക്തിയുടെ കാര്യം പറയുമ്പോ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ആരാ? ഗോപസ്ത്രീകളുടെ. അവരുടെ ഭക്തി കഴിഞ്ഞിട്ടേ വേറെ ഒന്നും. അതാണ് ഉദ്ധവർക്കും അത് മനസ്സിലായി. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശ യാസാം ഹരികഥോർഗീതം പുനാതിഭുവന. ഇവരും പറയാൻ എന്താ കാരണം? ഇതുപോലെ ഇങ്ങനെ ഉണ്ടാവോ ഭക്തി എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള ഭക്തിയാണ് അവരുടെ. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ